ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ഫാത്തിഷ്. അസ്സലാമു അലൈക്കും. സോ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ആർട്ട് സ്ട്രീറ്റിലേക്കാണ്. അതായത് ആർട്ട് സ്ട്രീറ്റ് അബഹയിലെ ഏറ്റവും ഒരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അവിടെ ഫുൾ ഈ ജക്കറാൻഡ ട്രീസ് എന്നൊക്കെ പറയും. ഫുൾ ഒരു പേർപ്പിൾ കളറിലുള്ള ഫ്ലവേഴ്സാണ് അവിടെ ഉള്ളത്. പക്ഷേ കഷ്ടകാലത്തിന് ഞങ്ങൾ പോയ ടൈം സീസൺ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിലൊന്നും ഒരു പേർപ്പിൾ ഫ്ലവർ പോലും ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല. സോ അങ്ങനെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ വരട്ടെ, ഞങ്ങൾ നേരെ ആകാശത്തോട്ട് നോക്കിയപ്പോഴത്തേനും ഏതെങ്കിലും ഒരു സൈഡ് കുറച്ച് മൂടിയ പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നേരെ ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോയി നോക്കാം. ബൈ ചാൻസ് മഴ കിട്ടിയാലോ. ഈവൻ ദോ ഇപ്പോൾ സീസൺ അല്ലെങ്കിലും മഴേൻ്റെ സീസണല്ല, നല്ല ചൂടാണ് ഇപ്പോൾ അവിടെ. റിയാദിൻ്റെ അത്രയും ചൂടില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേനും എവിടെയെങ്കിലും ഒരു മഴ പെയ്യാൻ ഇങ്ങനെ ചാൻസ് ഉള്ള പോലെ നമുക്ക് തോന്നിട്ടോ. നിങ്ങൾക്ക് തോന്നില്ലേ? സോ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ അബഹയിലെത്തി, ഇന്നലെ രാത്രി എത്തി. പ്രത്യേകിച്ച് ഞങ്ങൾ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് മാറി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയ എനിക്ക് ഒരു അസ്വസ്ഥ സ്ഥാപനം. എന്നിട്ടും പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി. തണുപ്പൊന്നുമല്ല, അത് നവംബർ ഡിസംബറിലൊക്കെ വന്നാൽ ഇവിടെ ഫുൾ മഴയും ഐസും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും കമ്പയർഡ് ടു റിയാദ് ബെറ്റർ ക്ലൈമറ്റ് ആണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ആകെ 20 ഡിഗ്രി ഉള്ളൂ ഇവിടെ. അതായത് ഉച്ച സമയമായിട്ടും സമയം 1:45 എന്നിട്ടും 20 ഡിഗ്രീസേ ഉള്ളൂ. എവിടെന്നെങ്കിലും ഒരു ഇത്തിരി മഴ കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരിക്കാം. വിഷസ് ലക്ക്. ചെറിയ സാധ്യതകൾ കാണുന്നുണ്ട്. കൂടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അത് അവരൊക്കെ ഫുള്ള് ഫൈനലി വെറുതെ വന്നില്ല. ക്യാമറ വെള്ളായോ? നാട്ടില് മാത്രല്ലടാ മഴ, സൗദിയിലുണ്ട്. തണുക്കുന്നു. വാ, പിടിക്കേ അശ്വിനെ, പിടിക്കേ ആലിപ്പഴോ?
ഇവിടെ വന്നപ്പോ ഒരു മനുഷ്യനില്ലായിരുന്നു ഇങ്ങോട്ട് വരാനേ. ഇതിപ്പോ നോക്ക് വരിയായി ആൾക്കാർ പൊക്കോണ്ടിരിക്കാം മേലോട്ട്. സോ ഇന്നിന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ശാന്തത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഗെയിം കളിച്ചു, ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. ബിക്കോസ് നാളെ പെരുന്നാളാണ് ഗൈസ്. ഈദ് മുബാരക്. ഞാൻ യൂട്യൂബിലിടും കേട്ടോ. കണ്ടില്ല? സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഫോളോ ആൻഡ് കമന്റ്. യൂട്യൂബ് കാണിച്ചു കൊടുക്ക. ഫാത്തിഷ്ക്. ഹായ്. പോലെ പോലെ ഇത് നമ്മുടെ അബഹയിലുള്ള മെയിൻ ടീംസ് ആണ് ഗൈസ്. ആൻഡ് ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഷാഹിദാത്ത അടിപൊളി സദ്യ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ മാങ്ങക്കറി ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കലാണ്. ഉണ്ടയ്ക്കോ പക്ക പക്കോ. ഓ ശരിയാ, സദ്യ ആണല്ലോ അല്ലേ. അവിടെ ഇങ്ങോട്ട് കൊണ്ടിക്കോ. ഹായ് ഹായ്. ഇത് ആശിന്റെ സ്പെഷ്യല്, ആശിക്കുള്ള സ്പെഷ്യല് മാങ്കോ. മാങ്കോ ഉപ്പ്. അതാരും കാണാനൊന്നുമില്ല. പോട്ടെ ഓരോന്ന് ഇടുമ്പോ വെച്ചിട്ട് ആശി കുറച്ചും കൂടി സ്പീഡ് ആയിക്കോട്ടെ. കുറച്ചും കൂടി. സെന്റർ ഓട്ടാക്കല്ലേ എങ്ങനെ കുണ്ടാട്ടം കുണ്ടാട്ടം കംപ്ലീറ്റ് ആയില്ല. ഇതും കൂടി ക്ലാസ്സിൽ വെച്ച് കുടിക്കാം. ഉപ്പേരിയുണ്ട്, അത് വെറുതെ തിന്നും ചെയ്യാം. ഒരിടത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. വരൂ വരൂ. അതിൻ്റെ അകത്തോ സാരല്ല. അത് 2 മുട്ടയുണ്ട് ഇവിടെ. 4 കുട്ടികളുണ്ടാവും. അമ്മ ചെരുപ്പടി, ചെരുപ്പത് ചെരുപ്പടി. കോഴിക്ക് എന്താ ഇവിടെ കാര്യം? എന്തെറ്റി? പരിക്കായോ? അവിടെ വീണേ? ആര് തട്ടിയതാ? അലി തന്നെ തട്ടിയിട്ടതാ? അപ്പൊ കൊഴപ്പില്ല കേട്ടോ. ഓ ഓ നിക്കാണോ ആശി?
രസമുണ്ടോ? One, 2, 3, 4, 5. നമ്മൾ ജൂഡിൽ വന്നു ഗൈസ്. ജൂഡിൽ നല്ല അടിപൊളി ഫേമസ് ബർഗർ ഉണ്ട്. സോ അത് കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിലൊരു 23.25 മണിക്കൂറിലും ഫോണില്ല. ഞാൻ പിന്നെ പണിക്കാരും വന്നേക്കുന്നത്. സോ ഗൈസ് നമ്മൾ സൗണ്ട് വെക്കല്ല, ഈ കോപ്പിറൈറ്റ് അടിക്കാം. നമ്മൾ നല്ല എന്നെ നോക്കണ്ട, ആരും എന്നെ നോക്കണ്ട, ഞാൻ എടുക്കും വീഡിയോ. ജൂഡിലെ ബർഗർ വാങ്ങി. ആസ് പെർ ആഷിക്സ് ഇൻഫർമേഷൻ ജൂഡ് അബഹയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു ഇപ്പോഴത്തെ അറിവ് പ്രകാരം. എനിക്കറിയില്ല, എനിക്ക് തിന്നാൻ അറിയുള്ളൂ. ഒരു സിമ്പിൾ ബർഗറാണ്, പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കാണണ്ടോ ആവോ, എനിക്കൊന്നും അറിയില്ല, ലൈറ്റ് ഇല്ലാത്തോണ്ട്. ആഷിക്ക് വിശക്കുണ്ട്, സൗണ്ട് കേൾക്കുന്നേ. സാരില്ല. ഓ ബിസ്മില്ലാ. ബർഗർ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നോർമൽ ബർഗർ ആണ്, പക്ഷെ നോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് മീറ്റ് ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ നോർമലി കഴിക്കുന്ന ആ മീറ്റ് അല്ല. ഒരു സാധാ ബർഗറിലുള്ള മീറ്റില്ലേ, അതല്ല ഇത്. ആ ഒരു മീൻസ് ആ ഒരു ചിക്കൻ പാറ്റി അതേപോലെ അല്ല, പക്ഷെ ഭയങ്കര ഒരു ക്രിസ്പി വേർഷനാണ് അല്ലേ. ക്രിസ്പി ഉണ്ട്, സ്പൈസിനെസ് ഉണ്ട് അല്ലേ. അങ്ങനെ ബർഗറും കഴിച്ച് വയറ് നിറച്ച് പിന്നെ അബഹൻ്റെ ഒരു നല്ലൊരു നൈറ്റ് വ്യൂവും കൂടെ കണ്ട് ഞങ്ങൾ ഡേ അവസാനിപ്പിച്ചു.